ഇവര് സാക്ഷ്യത്തിൽ പറയുമ്പോഴാണ് അറിയണത് ഇവർ നടിയാണെന്നുള്ള കാര്യം അറിയണത്. എൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് സാക്ഷരത കുറവാണ്. എല്ലാ മനുഷ്യർക്കും പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. ഈശോയെ സംബന്ധിച്ചിടത്തോളം പ്ലസ്സിനെ ഊതിക്കത്തിക്കുകയാണ്, മൈനസിനെ അഡ്രസ്സ് ചെയ്യത്തില്ല. മിഷന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച ക്രമീകരണങ്ങളുടെ ഒരു കാവൽക്കാരൻ മാത്രമാണ് ഞാൻ. ഒരു രോഗം വന്ന വൈദികനെ വെച്ചിരിക്കുന്നത് കർത്താവാണ്. അതനുസരിച്ചിട്ട് വൈദ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് കർത്താവിന് സൗഖ്യമാണ്. അടുത്ത നാളിൽ വളരെയധികം വിവാദമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫിലിം സ്റ്റാർ ധന്യ മേരി വർഗീസിന്റെ ഒരു സാക്ഷ്യം. ലക്ഷങ്ങൾ കണ്ടു. ഒരു തട്ടിപ്പ് കേസിലൊക്കെ ഒരു പ്രതിയായിട്ടുള്ളൊരു വ്യക്തിനെ നമ്മുടെ കൃപാസനം പോലുള്ള ഒരു പരിശുദ്ധമായ സ്ഥലത്ത് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതെ, എന്ത് സംബന്ധിച്ചത് മനുഷ്യന് നമ്മൾ സമയം അനുവദിക്കണം. ഈശോ എല്ലാവരും സ്വീകരിച്ചില്ലേ, ആരും ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്രിസ്തുവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ നോട്ട് ബ്രാൻഡ് ദ പേഴ്സൺസ്. ക്രിസ്തുവിൻ്റെ ജോലി ചെയ്യാത്ത സാത്താൻ്റെ ജോലി ചെയ്യുന്നവരുണ്ടാവും. മനുഷ്യന്മാരുടെ കേവല ജോലി ചെയ്യുന്നു, അവർക്ക് ആൾക്കാർ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവും. തന്നെയല്ല, സിറ്റുവേഷൻസ് ആർക്കും ആരുടെയും സിറ്റുവേഷൻസ് അറിയാൻ പാടില്ല. സർവൈവിങ്സ് ഞാൻ ആരെ നീതീകരിക്കുകയല്ല, ഞാൻ ആ പേഴ്സണല്ല. ആരാണ്? ധന്യ മേരി. ഞാൻ സംസാരിച്ചില്ല. ഐ ആം നോട്ട് ദ പേഴ്സൺ. കാര്യം എനിക്ക് അവിടെ സംസാരിക്കാൻ റോളില്ല. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വന്ന് പറയും. ഇവർ സാക്ഷ്യത്തിൽ പറയുമ്പോഴാണ് അറിയണത് ഇവർ നടിയാണെന്നുള്ള കാര്യം അറിയണത്. എൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് സാക്ഷരത കുറവാണ് ശരിക്കും. കാര്യം അവിടെ അച്ഛൻ എന്ന് പറയണത് എനിക്ക് തോന്നുന്നത് പ്രഭുവച്ചനായിരിക്കും. ചിലപ്പോൾ അവരച്ഛനെന്ന് പറയുന്നുണ്ട്. അച്ഛനെ ഞാൻ കണ്ടു, അച്ഛൻ കയറി പറഞ്ഞോളാൻ പറഞ്ഞത്. ഐ ആം നോട്ട് ദ പേഴ്സൺ. പ്രഭുവച്ചനായിരിക്കും. അപ്പോൾ പ്രഭുവച്ചൻ വിചാരിച്ച് സിമ്പിൾ പേഴ്സണാണ്. പ്രഭുവച്ചൻ വിചാരിച്ച നല്ലതല്ലേ. നമുക്ക് സാക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനാണ് പ്രാധാന്യം. അവരാരായിരുന്നു അല്ലെങ്കിൽ എന്താണ്, ഇനി നാളെ ഈ സാക്ഷ്യം പറയുന്ന ആൾക്ക് നാളെ എന്താകും ആയിക്കോട്ടെ. ഇപ്പം അവരെന്താ പറയണത്? വി ആർ പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം ഫോർ ദ ടെസ്റ്റിമണി. അതാണ് നമ്മുടെ ഒരു രീതി. അതാണ് ഒരു ടെസ്റ്റിമണി പറയാൻ വേണ്ടി അവർക്ക് പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. അതിനകത്ത് നമുക്ക് ഉടമ്പടിയുടെ എല്ലാ സാക്ഷ്യവും ഞങ്ങൾ ഇടുന്നില്ലല്ലോ. എല്ലാം ഇടാൻ പറ്റത്തില്ല. കാര്യം സാക്ഷ്യം ഒരു 10-25 ഒരു ദിവസം വന്നാലും 2 സാക്ഷ്യമല്ലേ അപ്പ് ചെയ്യത്തുള്ളൂ. അതിനകത്ത് ഉടമ്പടി കണ്ടന്റ് ഉണ്ടാകണം. ഉടമ്പടി കണ്ടന്റ് നോട്ട് ബൈ മെറിറ്റിൽ സംഭവിക്കണം. പിന്നെ ടൈം ഷോട്ട് ചെയ്യണം. അതല്ല ഉടമ്പടിയുടെ മാത്രം സംഭവമാണ്. പിന്നെ ഹെവി ഡ്യൂട്ടി ആയിരിക്കണം. ഇപ്പം ധന്യ മേരിയുടെ സാക്ഷി ഇടാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് നോട്ട് ബൈ മെറിറ്റിലെ കുറേ പോയിന്റ് ഉണ്ട്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇവർക്ക് ഇങ്ങനെ സ്കാം ഉണ്ടായല്ലോ. അപ്പം അതിൻ്റെ പേരിൽ അവർ പറയുന്നുണ്ടത് എൻ്റെ ഒരു കുഴപ്പം കാരണം, അത് പറഞ്ഞില്ലേ, അതിനൊരു മേയാക്കുഴപ്പ പോലെ പറയുന്നുണ്ടല്ലോ. എൻ്റെ ഒരു കുഴപ്പം കാരണം എൻ്റെ ആങ്ങളുടെ ജീവിതം, അതൊരു സഹോദര സ്നേഹമില്ല അതിൻ്റെ അകത്തൊരു ഡീപ്പായിട്ടുള്ള ഒരു സഹോദര സ്നേഹം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ എൻ്റെ ഒരു കുഴപ്പം കാരണം, കുഴപ്പം വെച്ചാൽ ഞാനൊരു പ്രത്യേക അവസ്ഥയിൽ, അവർക്ക് എല്ലാ മനുഷ്യർക്കും പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. ഈശോയെ സംബന്ധിച്ചിടത്തോളം പ്ലസ്സിനെ ഊതിക്കത്തിക്കുകയാണ്, മൈനസിനെ അഡ്രസ്സ് ചെയ്യത്തില്ല. മൈനസിനെ അഡ്രസ്സ് ചെയ്യാത്ത ഇപ്പം തന്നെ ഈശോ പറഞ്ഞത്, നിങ്ങൾ അത്തിമരം തളർക്കുമ്പോൾ നിങ്ങൾ വേനൽക്കാലമായെന്ന് പറയുന്നു. അപ്പോൾ ജോർജ്, ഞാൻ ചോദിക്കട്ടെ, അത്തിമരം കൊഴിയാതെ എങ്ങനെ തളർക്കും? ഷട്ട് ഔട്ടിങ്, അതിൻ്റെ നെഗറ്റീവ് കാലഘട്ടങ്ങൾ ഈശോ അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിനെ ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു സമീപനമുണ്ട്. കാര്യം അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്ന ആളല്ലേ. ഇപ്പം ജ്ഞാനപ്രായങ്ങളിപ്പോൾ ജ്ഞാനമൊന്നും ഭയങ്കരമാണല്ലോ. അപ്പം ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ് പറയണത്. അത്തിമരത്തിൻ്റെ ഷെഡ് ഔട്ടുകൾ അല്ല, അതിൻ്റെ തളർപ്പാണ് കർത്താവ് നോക്കണത്. നമ്മളും പോസിറ്റീവ് നോക്കിയാൽ മതിയില്ല അങ്ങനെ. പക്ഷേ ഇതിൻ്റെ വിഷയം വെച്ചാൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അവരൊറ്റക്ക് ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ പറയണത്. കൃപാസന അമ്മയോട് അവർക്ക് അത്രയും അമ്മ ക്യാൻസർ സ്റ്റേജാണ്. ഒരു അമ്മ, ഇപ്പോൾ എൻ്റെ അമ്മയോ അല്ല ജോർജിയുടെ അമ്മയൊക്കെ ക്യാൻസർ സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് അവരെന്തുമാത്രം വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അവർക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളോട് റൈറ്റ്, ഒരു സ്ഥലം ചോദിച്ചാൽ എനിക്ക് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ ഒരു സ്ഥലം തരുന്നത്, ദിറ്റ് ഈസ്
ഇറ്റ് ഈസ് ഫോർ ദാറ്റ് വി ആർ അവർ നമ്മുടെ റീസൺ അതാണ്. അവർ റീസൺ നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനുള്ള അവസരം. അത്രയല്ലേ ഉള്ളു. അപ്പൊ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തുന്നവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു വേദിയായിട്ട് മാറുന്നു. സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യിപ്പിക്കുന്നു, ഷെയർ ചെയ്യിപ്പിക്കുന്നു. യൂട്യൂബിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്ര വരുമാനം കിട്ടുന്നുണ്ട്? ഈ ചോദ്യം ആദ്യം എന്നോട് ചോദിച്ചാൽ ആരാണെന്ന് അറിയാമോ? എൻ്റെ പിതാവാണ് ചോദിച്ചത്. എൻ്റെ പിതാവ് എന്നോട് അങ്ങനെ ചോദിക്കാൻ കാരണം, ജെയിംസ് പിതാവ് എന്നോട് ചോദിക്കാൻ കാരണം, എന്നോടുള്ള ഒരു കാര്യം, കോവിഡ് കാലമല്ല, കോവിഡ് കാലത്ത് വരുമാനം ഇല്ലല്ലോ. അപ്പോൾ അവിടെ സ്റ്റാഫൊക്കെ ഉള്ള കാര്യവും പിതാവിടൊക്കെ കുർബാന എല്ലാം പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അപ്പോൾ അച്ഛൻ്റെ സാമ്പത്തിക അവസ്ഥ അറിയാൻ വേണ്ടി ചോദിച്ചു, യൂട്യൂബിൽ നിന്ന് അച്ഛന് പൈസ എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം അച്ഛന്മാർ, പിതാവിൻ്റെ അടുത്തുള്ള അച്ഛന്മാർ ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത് കാണും. ജോസഫ് അച്ഛൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ കാലത്ത് സർവ് ചെയ്യണമെന്ന് പറഞ്ഞു കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ അങ്ങനെ വാങ്ങിക്കാൻ നമുക്ക് അനുവാദം ഇല്ലെന്ന് പറഞ്ഞു. യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും എടുക്കുന്നില്ല. അല്ല, അനുവാദം ഇല്ല എന്ന് വെച്ചാൽ ആദ്യം മുതൽ അതിന് ഒരു മാർക്കറ്റ് ചെയ്യാൻ അനുവാദം ഇല്ല. അതൊരു മിഷനാണ്. അപ്പോൾ യൂട്യൂബിൽ 2 പ്രാവശ്യം വൗച്ചർ വന്നായിരുന്നു, നിങ്ങളെ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞ് ഇതൊരു മിഷനാണ്, ഞങ്ങൾക്ക് സാമ്പത്തിക വിഷയത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാര്യം വെച്ചാൽ അങ്ങനെ ചെയ്താൽ നമുക്ക് കൃപാസനം നടത്തേണ്ടി വരും. കാര്യം ഈശോ അത് ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെയൊക്കെ ഒന്നും അത് ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമല്ലേ, അതിൻ്റെ ഒരു വിശുദ്ധിയുണ്ട്, അതിൻ്റെ ഒരു മൊറാലയുണ്ട്, ഒരു എത്തിക്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണ ആൾക്കാർ ചെയ്യണ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം അത് അനുവദിക്കത്തില്ല. നമ്മളത് ചെയ്താൽ അല്ല കൊട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ എന്തിനാ നിർബന്ധിച്ച് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യിപ്പിക്കണം? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജോർജി, ഇപ്പം ഞാൻ എൻ്റെ ഉടുപ്പ് കണ്ട, ഈ ഉടുപ്പ് ഒരു പാരിഷ് ബിസിൻ്റെ ഉടുപ്പല്ലല്ല. ഇത് ഞാൻ മാറിയത് 89-ലാണ്. 89 മാറാൻ കാരണം, ഞാൻ ആദ്യമേ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ അത് പറയുന്നുണ്ട്. തെരുവിൽ എൻ്റെ അപ്പന് ഇടവക വികാരിമാരെ ഭയങ്കര അരിശമായിരുന്നു. എൻ്റെ വികാരിമാരൊക്കെ പണി കിട്ടിക്കാണ്. അപ്പൻ അത്ര നല്ലതായിട്ടേ പറയാം. അപ്പന് അച്ഛൻ മറന്ന് പറഞ്ഞ റിലീജിയസ് പ്രീസ്റ്റ് എന്ന ആൾക്കാരുടെ തലയിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളൊക്കെ പറയും, നീ അച്ഛനാകണമെങ്കിൽ ഈ ജനപ്പെട്ടക്കാരായാൽ മതി എന്ന് പറയും. അപ്പോൾ എൻ്റെ തല അതല്ലേ ഇരിക്കണം. ഞാൻ IMS പോയി ചേർന്നു. അപ്പോൾ അവരെന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതെന്താ കാര്യം വെച്ചാൽ ഞാൻ അവരുടെ വെക്കേഷൻ ക്യാമ്പിൽ പങ്കെടുത്തില്ല. അതാണ് പ്രശ്നം. എനിക്കറിയത്തില്ലായിരുന്നു, നാട്ടിൽ പുറത്ത് ജീവിക്കണം, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മാവൻ റെക്ടറാണ്. അങ്ങേര് റെക്ടറാണല്ലോ അവിടെ സെമിനാരി. അപ്പോൾ അവിടെ അനന്തരവന് എനിക്ക് മാർക്ക് കുറവാണ്. എൻ്റെ അപ്പം മരിച്ചത് SLC എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം മരിച്ചു. പക്ഷേ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയായിരുന്നു. കാര്യം നവംബർ മാസം ഞാൻ മോഡൽ എക്സാം എഴുതുന്ന സമയത്ത് അപ്പം മരിച്ചു. പിന്നെ എൻ്റെ ഫൈനൽ എക്സാമൊക്കെ ഭയങ്കര ഡിസാസ്റ്റർസ് ആയി പോയായിരുന്നു. കാര്യം അപ്പനാണ് എന്നെ തോണ്ടാവിച്ചുകൊണ്ട് നടന്നത്. എനിക്ക് ഒരു പൈസ അപ്പൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് വാഴക്കോല വെട്ടി അപ്പൻ തോളെ വെച്ച് കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് 2.5 രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നു. 10ാം ക്ലാസ്സിൽ പിരിയുന്ന സമയത്ത്. അപ്പം ഞാൻ ഓട്ടോഗ്രാഫിനെ കുറിച്ച് അമ്മയോട് പറയണ അപ്പം കേട്ട്. അപ്പം അമ്മ ഞാൻ പോയപ്പോൾ ചോദിച്ച്, എന്താണ് അവൻ പറയണത്? അവനെന്ത് ഈ എഴുതണ കാര്യം പറഞ്ഞാണ്, പിള്ളേർ പിരിയുമ്പോൾ എഴുതണതാണ്. അപ്പം അപ്പം പഴയ 10ആണ്, 2035 935 10ാം ക്ലാസ്സാണ്. അപ്പനെ അറിയാതെ പണ്ട്. അപ്പോൾ അപ്പൻ പോയി, അപ്പൻ്റെ പൈസ അപ്പം അത് ഓർത്തിട്ടേ ഞാൻ സെമിനാരിൽ 2 മാസമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലത്താണ് ഞാൻ SLC എഴുതിയത്. അപ്പം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെ വന്ന കാലത്ത് ഇതിൻ്റെ കാര്യം അപ്പം അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ മിഷണറി ആകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ കോഴിക്കോട് ഈ ഒന്നാമത്തെ അമ്മാവനച്ഛന് എന്നെ എടുക്കാൻ താല്പര്യമില്ല, കാര്യം മാർക്ക് കുറവായ കാരണം. അപ്പോൾ രണ്ടാമത്തേൽ എന്നെ കോഴിക്കോട് രൂപതയെ പറഞ്ഞു വിട്ട്. കോഴിക്കോട് രൂപത എന്നോട് ഇൻ്റർവ്യൂ ചെയ്തത് അപ്പൻ എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പന് ലിവർ സിറോസിസ് ആയിരുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ മിണ്ടില്ല, അവർ വെള്ളടിക്കാരനാണെന്ന് വിചാരിച്ച് കാണും. അതോടെ എൻ്റെ കാര്യം പോക്കെ. പക്ഷേ ഞാൻ തിരിച്ചു വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അന്തോണിസിൻ്റെ പോയി പ്രാർത്ഥിച്ച്. എനിക്ക് അന്തോണിസിനെ അന്ന് പരിചയമുണ്ടായിരുന്നുള്ളൂ. കാര്യം അവിടെ അന്ന് വലിയ അന്തോണിസിൻ്റെ വലിപ്പം നടക്കുന്ന സ്ഥലമായിരുന്നു വറുണയിൽ, ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ എല്ലാ കൊല്ലവും ധ്യാനം നടത്താൻ പോകുമ്പോൾ, വൈദിക ധ്യാനത്തിന് പോകുമ്പോൾ അന്തോണിസിൻ്റെ അടുത്ത് പഴയ ഓർമ്മക്ക് എല്ലാ കൊല്ലം മുടങ്ങാൻ പോകും. ഈ 36 കൊല്ലം പോയിട്ടുണ്ട്. അപ്പോൾ ഇവരോടുള്ള ബന്ധങ്ങൾ നമ്മളെ കീപ്പ് ചെയ്തത് അതായത്. അപ്പോഴേ എന്നെ സെമിനാരി എടുത്ത് എങ്കിലും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ മിഷണറി ആണെന്ന്.
ഫസ്റ്റ് പള്ളിയിൽ ഞാൻ വെള്ളലോഹയിട്ട് തന്നെയാണ് അന്ന് പക്ഷേ കാട്ടൂർ വന്നപ്പോൾ കലശലായ രീതിയിൽ ഈ മിഷൻ കയറി വന്നു. മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, പിതാവ് ഞാൻ മിഷണറി ആയിട്ടാണ് ചേർന്നാൻ ഉദ്ദേശിച്ചത്. അപ്പം മിഷണറി ആയിട്ട് തന്നെ ജീവിക്കാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കണം, അതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊരു മിഷൻ ജോലിയായിട്ടാണ്. ഇടവകയിൽ നിന്നാലും മിഷൻ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടിട്ടാണല്ല കർത്താവ് എന്നെ രൂപതത്തെ നിർത്തിയത്. അപ്പോൾ അവിടെ മിഷണറി ആയിട്ട് ജീവിക്കുന്നത്, ഇതെല്ലാം ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ എന്താ ഉള്ളത്, യൂട്യൂബ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, ക്രിസ്തുവിനെ കൊടുക്കാൻ ഒരു ഇടം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റിയ ഒരു ഇടം കിട്ടിയാൽ അത് ഏത് പാതിരക്കായാലും ശരി, ഇത് കുറേ സംഭവമുണ്ട്. ഇത് മാത്രമല്ല, ലൈറ്റ് അക്കാൻ്റെ പെർക്കസുണ്ട്, ഓൺലൈനിലൂടെ പിടിയിട്ട്. അപ്പം അതായത് നമ്മൾ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ക്രിസ്തുവായിരിക്കും. അങ്ങനെയാണ് ഇതെല്ലാം നമുക്ക്, അതായത് ഇതെല്ലാം മിഷനാണ്. മിഷന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച ക്രമീകരണങ്ങളുടെ ഒരു കാവൽക്കാരൻ മാത്രമാണ് ഞാൻ, വേറെ ഒന്നുമില്ല, ഒരു ഓണർഷിപ്പോ ഒന്നുമില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ വെച്ചാൽ ഈ കൃപാസന പത്രത്തിന്റെ ഒരു കാര്യം കൂടി, ഇപ്പം ആയിരങ്ങൾ ദിനം പ്രതി അവിടെ വരുന്നുണ്ട്, പല ഇടവകളിൽ നിന്ന് വരുന്നു. ഒരു ഇടവകയിൽ നിന്ന് തന്നെ ഒത്തിരി അധികം പേര് ചിലപ്പം അവിടെ എത്തുന്നുണ്ടാവും. അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു മിഷൻ ഈ കൃപാസന പത്രവുമായി ബന്ധപ്പെട്ട ഒരു വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു ഇടവകയിൽ തന്നെ പലപ്പോഴും പലരും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ അടുത്ത് തന്നെ പലരും ഈ കൃപാസന പത്രമായിട്ട് ചെല്ലും. അപ്പോൾ ആ ഒരു പത്രത്തോടുള്ള ആ ഒരു കാഴ്ചപ്പാട് ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല, ഒരു വിലയില്ലാത്തൊരു സംഗതി എന്ന രീതിയിൽ. കൃപാസന പത്രം കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിലൊരു അസ്വസ്ഥത വരുന്ന രീതിയിൽ ലഭിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇത് ആർക്കാണോ ലഭിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ അത്തരത്തിലൊരു കാര്യം വരാൻ സാധ്യത, ഒരു വിലയില്ലാത്ത സംഗതി എന്ന രീതിയിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയില്ലേ? ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഫീൽഡ് ഔട്ട്റീച്ച് ആണല്ല, കർത്താവിനെ അറിഞ്ഞൊരു ആഴപ്പെടുത്താൻ വേണ്ടി ഇത് കൊടുക്കണത്. അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുചെല്ലുമ്പോൾ അവർക്ക് ഇത് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഉടനെ കൊടുക്കുന്നവർക്ക് എന്താ പ്രശ്നം? അവർ വേണ്ടെന്ന് പറയും, ചിലപ്പോൾ വലിച്ചെറിയും. എത്രയോ പ്രാവശ്യമാണ് അവർ തെറി പറഞ്ഞിരിക്കണത്, തോന്നിവാസം പറഞ്ഞിരിക്കണത്. ഇതിൻ്റെ തുള്ളതാണ്. ഇപ്പം മദർ തെരേസ എടുത്ത് കണ്ടേ കൊടുക്കുമ്പോൾ അവരെന്താ പറയണത്? അവിടെ തുപ്പത്തില്ലേ? തുപ്പുമ്പോൾ എന്താ പറയണത്? ഇറ്റ് ഇസ് ഫോർ മീ, ഇനി എൻ്റെ പിള്ളേർക്കുള്ള തരാൻ പറയാം. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ സ്പിരിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിയു തരും. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണേ, അതായത് ഈ സാക്ഷ്യം പറയുന്നവർ 10 പേര് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു 5 പേരെങ്കിലും പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാര്യം അതിലൂടെ എന്താ സംഭവിച്ചിരിക്കണതിലെ ഈ ഗ്രേസ് ഫോമിങ് ആണല്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ശരിക്കും പറഞ്ഞു തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതിൻ്റെ ഡീ പ്രൊമോഷൻ വരുന്നുണ്ട്. അതായത് സ്റ്റാറ്റസ് ഡീ പ്രൊമോഷൻ ആൻഡ് ഷിഫ്റ്റിംഗ് ഗ്രേസ് ഫോമിങ്ങിൻ്റെ. ഇപ്പം മാതാവിൻ്റെ അടുത്ത് തന്നെ ഇപ്പം 2:3 ലുക്കായുടെ സുവിശേഷത്തിലല്ലേ, 2-ാം അധ്യായം 2:5 എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരനെ സീസറിൻ്റെ കാലത്താണ് ഈ കനേഷ്മരം നടന്നത്. അത് കാരണം മറിയം അവരുടെ നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് അവർ ഗർഭിണിയായ ഭാര്യയോടുകൂടി പോയെന്നാണ്. ദൈവം അവരോട് ചെയ്തൊരു നോൺസെൻസ് അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ? ഒന്നത് ദൈവം പറഞ്ഞിട്ടാണ് അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അവർക്ക് മര്യാദക്ക് അവരുടെ വീട്ടിൽ അവരുടെ അമ്മയുടെ കൂടെ പ്രസവിക്കാൻ വേണ്ടി സിറ്റുവേഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് എന്തിനാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്തത് ഈ വയറോടുകൂടി? ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് കുരിശെടുക്കാതെ എത്രയും കാലം നമുക്ക് കൃപ കിട്ടത്തില്ല. ഞങ്ങളെ പത്രം കൊണ്ടേ കൊടുക്കുക എന്ന് പറയുമ്പോൾ പത്രം മാത്രമല്ല, രോഗികളെ കുളിപ്പിക്കണം. പ്രായമുള്ള രോഗികളെ വീടുകളിൽ പോയി അവരെ കുളിപ്പിക്കണം. ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം. ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പൈസ ഇല്ലാത്തവർ, ലോ ബഡ്ജറ്റുകാർ താമസിക്കുന്നത്. അവർ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അകത്തുണ്ട്, മരുന്ന് കുറിച്ചു കൊടുത്ത മരുന്ന് മേടിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് ഇങ്ങനെ പത്രം അതിൽ ഒരു കാര്യം മാത്രമാണ് കാര്യം, കർത്താവിൻ്റെ എന്തെല്ലാം അത് ഇത് കഴിയുമ്പോൾ പുതുക്കാരിന് അവരെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ അഭ്യാസങ്ങളാണ് കൊടുക്കണത്. എന്ന് വെച്ചാൽ അവരെ പുണ്യപ്പെടുത്തുക, അവരുടെ കൃപയിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കൃപയാണ് എൻ്റെ പ്രശ്നം. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറയട്ടെ,
ഈ ഉടമ്പടി കൃപയുടെ അനുഗ്രഹ ബ്ലെസ്സിങ് പ്രെയർ അല്ല, അത് ഇഫക്റ്റ് അല്ലേ. കൃപയാണ് എൻ്റെ ഫോക്കസ് ചെയ്യണം. എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1:28 എന്താ പറയണത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി. പറയണത് ആരായിരിക്കും? മാലാഖയാണ്. പക്ഷെ അപ്പ പറഞ്ഞിട്ടായിരിക്കുമല്ല, മാലാഖ സ്വന്തമായിട്ട് സ്വയംകൃത ചെയ്തവല്ല, അപ്പ ഇതിന്റെ പിന്നിലില്ലേ. ഞാനിപ്പം മാതാവിന് എന്താ പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്തുകൊണ്ട് കൊടുക്കണ്ട? അപ്പയല്ലേ അവർക്ക് പ്രാധാന്യം കൊടുത്തത്. അപ്പ പറഞ്ഞു നീ മാലാഖയുടെ കാര്യം ശരിയാണ്, അവർക്ക് ഇറ്റേണിറ്റി ഉള്ള ആളാണ്. ദൈവത്തിന് ഇറ്റേണിറ്റി, നമുക്ക് മോർട്ടാലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിൽ നമ്മളെയൊക്കെ ഉയർന്നതല്ലേ മാലാഖ. ഈ മാലാഖ വന്ന് എന്താ മാതാവിനോട് സ്തുതി പറയണത്? അപ്പയുടെ മനസ്സാണത്. അമ്മ സ്തുതിക്കപ്പെടണമെന്നുള്ള അപ്പയുടെ മനസ്സാണ്. അപ്പം അപ്പയുടെ മനസ്സ് അതാണ്. വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് ഇസ് ലൈക്ക് അപ്പയുടെ മനസ്സാണ് നമ്മൾ ചെയ്യണത്. അപ്പം എന്ത് സംബന്ധിച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്നൊരു വിഷയം, അമ്മയോട് എന്താ പറയണത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന്. ഈ ഫുൾ ഓഫ് ഗ്രേസ് ആളാ പിന്നീട് എന്തിനാണ് ഈ ഗർഭവയറും വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണത്? അവർക്ക് ഗ്രേസ് ഉണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് വല്ല പ്രയോജനം അവർക്കുണ്ടാ. അവിടെ ഫാമിലി ലൈഫിൽ, അവിടെ വ്യാവഹാരിക ഭൗതിക ജീവിതത്തിൽ അവർ എന്തുമാത്രം ക്ലേശത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. എന്താണ് ക്ലേശത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്നല്ലേ പറയണത്? ഇൻക്ലൂഡിങ് ജീസസ് എന്താ ചെയ്തത്? അവൻ ക്ലേശത്തിന് ഏൽപ്പിച്ചു, ഐസയാ പറഞ്ഞത് ഏൽപ്പിച്ചു കൊടുക്കുന്നല്ലേ. എന്തിനാണ് ഇങ്ങനെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ഒരു കാര്യം എന്താണ്? ഫുൾ ഓഫ് ഗ്രേസ് അല്ല. ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഉദ്ദേശം അവൻ്റെ നാമത്തിൽ 1:16 യോഹന്നാൻ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അപ്പം അത് നമുക്ക് കുദാശകളിൽ നിന്ന് കിട്ടുന്ന ഗ്രേസ് അല്ലേ. അത് നമുക്ക് ലഭിക്കുന്നത് കൗദാശിക വരപ്രസാദമാണ്. അത് നമ്മുടെ അടിസ്ഥാന കൃപയാണ്. അടിസ്ഥാന കൃപയുടെ കൂടെ സുവിശേഷം ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ആർജിത കൃപ കിട്ടും. വി ആർ ഫോക്കസിങ് ആർജിത കൃപ, അക്വയർഡ് ഗ്രേസ്. ഈ നമുക്ക് സാക്രമെന്റ് ഗ്രേസ്, ബേസിക് ഗ്രേസ്, അതിൻ്റെ കൂടെ ഒരു വ്യക്തിയെ നമുക്ക് ഗ്രേസ് ഇസ് ഫോർ വാട്ട്? സാക്രമെന്റ് ആൻസർ ഫോർ നമ്മുടെ ആത്മാക്കളെ പുണ്യപൂർണ്ണമാക്കുന്നതിന് കാണപ്പെടാത്ത ദൈവപ്രസാദം നമുക്ക് ലഭിക്കുന്ന ഈശോ വെച്ച് സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശ. അത് ആ കാണപ്പെടുന്ന അടയാളത്തിലൂടെ നമുക്ക് ഗ്രേസാണ് കിട്ടുന്നത്. ദാറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഗലാത്യർ 6:19 കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന്. ശരീരത്തിൻ്റെ കൂടെ കിട്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സും ആത്മാവിൻ്റെ കൂടെ കിട്ടുന്നത് ദൈവത്തിൻ്റെ പവറും കൃപയും. അത് നിത്യതയിൽ കർത്താവിനെ കൂടുതൽ അറിഞ്ഞ് അനുഭവിക്കാൻ ആനന്ദത്തിന് കാരണമാകും. അതാണല്ലോ എന്തായാലും ബൈബിളിലേക്ക് സ്പിരിച്വാലിറ്റി. അതിൽ ഇവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെ ഗ്രേസ് കിട്ടാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കും. അതിൽ ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റാറ്റസ് ഡീപ്രമോഷൻ. അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാധാനം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ, സ്റ്റാറ്റസ് പരിഗണിക്കാതെ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തണം. അപ്പോഴാണ് ദൈവം ഉയർത്തണത്. ഗ്രേസ് കൃപയിൽ ഉയർത്തുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ പ്രോസസ്സിങ് നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഉടമ്പടി പുതുക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രേസ് ആണ് ലക്ഷ്യം. ക്ലിയർ അല്ലേ? ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കൃപാസനത്തിലൊക്കെ വന്ന് ഒത്തിരി പേർക്ക് രോഗശാന്തി ലഭിക്കുന്നു, വിദേശത്ത് പോകാൻ സാധിക്കുന്നു, വിവാഹ തടസ്സം മാറുന്നു. പക്ഷേ അച്ഛനൊരു പനി വന്നു കഴിഞ്ഞാൽ, അച്ഛന് കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? കൃപാസന ഉടമ്പടി ആ ഒരു കാര്യം അച്ഛനത് ജീവിതത്തിലൊന്ന് പ്രായോഗികമാക്കിക്കൂടെ? അതെ, നല്ല ശരിക്കും പ്രായോഗികമാക്കുന്നുണ്ട്. എന്താ കാര്യം അറിയാമോ? ഇപ്പം ഞാൻ തന്നെ ഇപ്പം ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത കുറേ രോഗമുണ്ട് എനിക്ക്. അറിയാവുന്ന രോഗം കുറച്ചല്ലേ, ആൾക്കാർ തന്നെ പനി വന്ന ആശുപത്രി പോയ കാര്യമല്ലേ ഉള്ളൂ. അതായത് ഈ കുഞ്ഞുനാളം മുതൽ ഞാൻ രോഗിയാണ്. കുഞ്ഞുനാളം മുതൽ അതായത് എൻ്റെ ഓർമ്മ വെച്ച കാലമൊക്കെ ഞാൻ വലിയ രോഗിയാണ്. പിന്നീട് 87 മുതൽ അത് പിന്നെ ഒന്ന് നിന്ന് പോയിട്ട് പിന്നെ 87 പിന്നെ വലിയ തുടങ്ങി. ഇപ്പം സ്റ്റിൽ കണ്ടിന്യൂഷൻ ഉണ്ട്, വലിവുണ്ട്. പക്ഷേ ഈ വലിവുണ്ടായിട്ട് നിങ്ങൾക്ക് എന്നെ തന്നെ പറയാം വലിവുണ്ടെന്ന്. ഞാൻ എന്ത് എനർജറ്റിക്കാണ്. അതെന്താ? ഈ വലിവിൻ്റെ കൂടെ തന്നെ, കൃപയുടെ കൂടെ തന്നെ, അത് ഈ ശുശ്രൂഷയുടെ കൂടെ തന്നെ കർത്താവ് എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. കാര്യം 25 ലക്ഷം ഈ രോഗം വെച്ചോണ്ടല്ലേ ഞാൻ 25 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിരിക്കുന്നത്. എത്ര പള്ളികളിൽ 18 പള്ളികളിൽ ഞാൻ വികാരിയായിട്ടിരുന്നുണ്ട്, അസിസ്റ്റൻ്റ് ഉൾപ്പെടെ. അപ്പോൾ എൻ്റെ ജോലിയൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ ചോദ്യം അതൊന്നുമല്ല.
ചോദ്യം എന്ന് പറഞ്ഞത് വൈ ഐ ആം റിലൈയിങ് ഓൺ മെഡിസിൻ എന്നല്ലേ ചേട്ടൻ. Yes, yes. അത് അതായത് നമ്മൾ അത് വെച്ച് മാറ്റർ ഓഫ് പ്രൂഡൻസ്. ഒരു വ്യക്തിക്ക് രോഗം വരുമ്പോൾ വൈദ്യനെ സമീപിക്കുക എന്നുള്ളത് മാറ്റർ ഓഫ് പ്രൂഡൻസ്, നമ്മുടെ വിവേകത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ വിവേകത്തിൻ്റെ ഭാഗം തന്നെയാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ ആശ്രയിക്കുക, വിവേകത്തിൻ്റെ ഭാഗമാണ് വൈദ്യനെ ആശ്രയിക്കുക. ഞാനിത് രണ്ടും ചെയ്യുന്ന ആളാണ്. ഇപ്പം തന്നെ എനിക്ക് കിഡ്നി ഡിസീസ് എത്ര കാലമായി. എൻ്റെ പോലെയുള്ള കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ എത്രയോ പേര് മൺമറഞ്ഞ് ഉപയോഗിക്കുന്നു. ഞാനും ഇന്ന് എന്ത് സ്മാർട്ടായിട്ടാണ് കർത്താവിൻ്റെ ജോലി ചെയ്യേണ്ടത്. അപ്പം ഈ എൻ്റെ പെങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. കാര്യം ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണവും, അതായത് നല്ല ഭക്ഷണം തന്നെ കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഉപ്പിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ വർഷമായി. ഇതൊന്നും എന്നെ ബാധിക്കാത്ത എന്താണ്, എനിക്ക് ഇൻട്രൻസിക് അഭിഷേകമുണ്ട് ഇത് വിഷയത്തിൽ. എനിക്ക് അതൊന്നും കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അതായത് ഇപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കണമെന്ന് ഈശോയോട് പറഞ്ഞിട്ടില്ല. കാര്യം ഈശോയാണ് അതെടുത്ത് മാറ്റിയെങ്കിലേ ഞാൻ പിന്നെ ഈശോയോട് പോയി ചോദിക്കണം ശരിയാണ്. അതാണ് ഞാൻ അപ്പം അത് എടുത്ത് മാറ്റിയത് ഈശോ ആണെന്ന് വിചാരിച്ചോ. എടുത്ത് മാറ്റിയത് ഞാനൊരു സന്യാസ വൈദികനാണ്. ഞാൻ എൻ്റെ എൻ്റെ ഉടുപ്പിനോട് കാണിക്കുന്ന അബ്സ്റ്റിനൻസ് എൻ്റെ ഭാഗമായിട്ട്, ഒരു നോൻപിൻ്റെ ഭാഗമായിട്ട് ദൈവമാണ് എനിക്ക് അബ്സ്റ്റിനേഷൻ തന്നത്. എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയും എൻ്റെ ജനങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയും കർത്താവ് എന്നെ ഉപകരണമാക്കുകയാണ്. എങ്കിൽ ആ രോഗം കർത്താവ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പരിമിതികളുണ്ട്. എന്താ കാര്യത്തിൽ ഞാൻ പൗലോസ് അപ്പോസ്തലൻ എൻ്റെ രോഗിയല്ലായിരുന്നു. അങ്ങേരുടെ ലൈഫ് ഹിസ്റ്ററി മുഴുവനും പറയണത് എന്താ, ഒന്നെങ്കിൽ അങ്ങേക്ക് അപസ്മാര രോഗമുണ്ട്, അല്ലെങ്കിൽ അൾസർ രോഗമുണ്ട്. ഇത് രണ്ടും പൗലോസിൻ്റെ കൈകൊണ്ട് എത്ര പേര് സുഖപ്പെട്ട് മരിച്ചവരെ ഉയർത്തുന്നില്ലേ. പക്ഷെ പൗലോസിൻ്റെ അപസ്മാര രോഗത്തിന് അല്ലെങ്കിൽ അൾസർ രോഗത്തിന് പുള്ളി 3 പ്രാവശ്യം ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. മുള്ളു മാറ്റാൻ വേണ്ടി 2 കൊരിന്ത്യർ 12:9 എന്താ പറയണത്? അപ്പൊ പറഞ്ഞ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്താ പറയണത്? നിനക്ക് ശാരീരിക സൗഖ്യമല്ലേ വേണ്ടത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഞാനും കൃപ കൊണ്ടല്ലേ ജീവിക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ 18-20 ബുക്ക് എഴുതി, 18 ബുക്ക് എഴുതി. ഒരു ബുക്കിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നതാണ്. അത് 3 വർഷം കേരളത്തിലിറങ്ങിയ ഏറ്റവും ടോപ്പ് ബുക്കായിട്ടാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നത്. അപ്പോൾ രാത്രി ഉറക്കമില്ലാതെ ഈ വർക്ക് തന്നെയല്ലേ. എപ്പോഴെങ്കിലും റെസ്റ്റ് ചെയ്യണമൊക്കെ കുറച്ച് സമയമാണ് ചെയ്യണത്. കാരണം രാവിലെ നോക്കുമ്പോൾ വെളുപ്പിനെ 3 മണിക്കൂർ ആൾക്കാർ കൃപാസനത്തിൽ വരും. ഇപ്പം തുടങ്ങി എത്രയോ വർഷമായിട്ടാണ്. പിന്നെ ഇടവക ഇരുന്ന സമയത്ത് ഇപ്പോഴും ഇടവക ഉണ്ട്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ പാരിഷ് പ്രീസ്റ്റാണ്. പിതാവിനോട് പറഞ്ഞ് റിലീവ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പട്ടം മേടിച്ച പാരിഷ് പ്രീസ്റ്റിനായിട്ടല്ലേ. അപ്പം അത് ഇടവകയുടെ ചാർജ് അടുത്ത ഞായറാഴ്ച പോകണ്ടേ. അപ്പം എന്നെ അച്ഛന്മാർ സഹായിക്കാറുണ്ട്. എൻ്റെ ഒരു ആബ്സൻസിലൊക്കെ എന്നെ സഹായിക്കാൻ ഒത്തിരി അച്ഛന്മാർ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നടന്നു പോണത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്തേ, ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് ഞാനൊരു കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് പറയുവാ, പറയത്തില്ലേ? എൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഇത് എന്ന് തുടങ്ങിയതാണ്. 10 കൊല്ലമായി. 10 കൊല്ലമായി കഴിക്കാനും പ്രഷർ കൂടിയ ഉറക്കം നിന്നോ ഞാൻ പിന്നെ ഭയങ്കര ടെൻഷനല്ലേ, വർക്കെല്ലാം മാനസികമായ ടെൻഷനൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കിഡ്നി ഷ്രിങ്ക് ചെയ്യും. അപ്പോഴങ്ങനെ സ്വാഭാവികമായിട്ട് എന്താ ഇരിക്കുന്നത്, പെങ്ങളും നാത്തുന്ന ഞാനമ്മ, എൻ്റെ സഹപ്രവർത്തകൻ, പിന്നെ എൻ്റെ സെക്രട്ടറി ജോമോള്, അവരെല്ലാവരും എനിക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ കമത്തി കിടത്തിയിട്ട് പെങ്ങളും അവരും 2 വീടും കൂടി എൻ്റെ കിഡ്നി സ്ഥലങ്ങളിൽ ഉടമ്പടി തൈലം വെച്ച് തരും. എന്താ ഗുണം? എൻ്റെ ക്രിയാറ്റിൻ കൺട്രോളായില്ലേ, അല്ലെങ്കിൽ സാധനം ഷൂട്ട് ഔട്ട് ചെയ്ത് പോകണം. അപ്പോൾ ദാറ്റ് മീൻസ് ഞാൻ ഇതിന് മരുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വേറെ ഈ മറ്റ് വിഷയങ്ങൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വല്ലതിനൊക്കെ മരുന്ന് വേണ്ടി വരുമെന്നല്ലാതെ വേറെ ഒന്നും മരുന്നില്ല. അതും ദൈവം കൺട്രോൾ ചെയ്യണമുണ്ടല്ലോ നിൽക്കണത്. ദൈവം കൺട്രോൾ ചെയ്യുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ ആം നോട്ട് ഗിവിങ് മിസ് ഗോസ്പെലിങ്. ജനങ്ങളെ വഴിതെറ്റിക്കിടുന്നില്ല. കാര്യം ഐ മൈസെൽഫ്, എൻ്റെ പ്രൂഡൻസ് ഇസ് ദ ക്വീൻ ഓഫ് വെർച്യു. ഞങ്ങളെ തിയോളജി അതാണ് പഠിച്ചത്, വിവേകമാണ് എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയെന്ന്. അപ്പം ഒരു രോഗം വന്ന വൈദികനെ വെച്ചിരിക്കുന്നത് കർത്താവാണ്. അതനുസരിച്ചിട്ട് വൈദ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതും കർത്താവിന്റെ സൗഖ്യമാണ്. അവിടെ വരുന്നവർക്കും ഈ ഒരു ആശയം ക്ലിയർ അല്ലേ? ഒരു മനുഷ്യനോട് പോകണ്ടെന്നൊന്നും പറയുന്നില്ല. ഇല്ല, ഒരു മനുഷ്യനോട് പോലും ഡോക്ടറെ അടുത്ത് പോകേണ്ടത്. ചിലർ എന്നോട് ചോദിക്കും മരുന്ന് നിർത്തട്ടെ എന്ന് പറയും. അപ്പം ഞാൻ പറയും അത് ഡോക്ടറാ പറയണമെന്ന് പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങേരെ അതിനു വേണ്ടിയാണ് ദൈവം ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങേരുടെ പോലെ പഠനം നമുക്കില്ലല്ലോ.
നമ്മളത് അത് എന്നിടയ്ക്കൊന്നും കേൾക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കാര്യം അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്യണം. അപ്പം അത് ഇന്ന് വരെ ഞാൻ ഒരു മനുഷ്യനെടുക്കുക ഡോക്ടർ, അതായത് ഇനി ചില ആൾക്കാർക്ക് രോഗം സൗഖ്യപ്പെട്ടോന്ന് അറിയണമെങ്കിൽ അവർ പറയും, ഞാൻ പറയും ഡോക്ടർ പറയണമെന്ന് പറയും, ഡോക്ടർ പറയണം, റിപ്പോർട്ട് തരണമെന്ന് പറയും. അതാണ് ആൾക്കാർ റിപ്പോർട്ട് കൊണ്ടൊന്ന് സാക്ഷ്യം പറയണം. ഞങ്ങൾ കാത്തലിക് പ്രീസ്റ്റ് ഓർഡൈൻ ചെയ്ത് വെക്കുന്നത് തന്നെ ലോകത്തെ ജനത്തെ വ്യഞ്ചരിക്കാൻ തന്നെയാണ്. എനിക്ക് ട്രോള് പരിചയമില്ലാത്തൊരു കാലമുണ്ടല്ലോ. ഒന്നാമത്തിൽ ഞാൻ ആക്ഷേപങ്ങളിലൂടെ വന്ന ആളാണ്. നമ്മുടെ ബൈബിളും സാധാരണ പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബൈബിൾ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. എന്നുവെച്ചാൽ ഓരോ വാക്കിൻ്റെ ഉള്ളിലും ദൈവം നമുക്ക് ആവശ്യമായ ദാനം വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രേക്ഷിതപ്രവർത്തനം ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഇവിടെ വീണിട്ടുണ്ട്. അതിന് സാത്താനോട് പ്രതികാരം ചെയ്യാൻ ഒരു ജന്മമാണ് നമ്മൾ അഭിഷേകം മേടിക്കുന്നത്.